ഇവന്റെ ഡീറ്റെയിൽസ് ഒന്ന് അറിയണം. നമുക്ക് കൺവിക്ട് രജിസ്റ്റർ നോക്കാം. നെയിം വിക്രമൻ, പ്ലേസ് ഓഫ് ബർത്ത് പാറശാല, ഹൗസ് നെയിം മേടയിൽ, ഫാദേഴ്സ് നെയിം അൺനോൺ, മദേഴ്സ് നെയിം ശാരദ. കൊച്ചമ്മേ, കൊച്ചമ്മേ, ആരത്? ഞാനാണ് പാൽക്കാരി ശാരദ. പാല് അടുക്കളയിലേക്ക് വെച്ചേക്ക്. കൊച്ചമ്മ അവൾ ഇന്നലെ വീട്ടിൽ പോയി. പ്രസവം കഴിഞ്ഞേ വരൂ. തിളപ്പിച്ച് തരണേ എന്നാണ്. ആ, ഏമാനെ, തീപ്പെട്ടി എവിടെ ആയിരിക്കുന്നേ? എന്താ ആലോചിക്കുന്നത്? അല്ല, വിക്രമനെ ഒരു പോലീസ് ഓഫീസറാക്കി എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ആലോചിക്കായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന്. ബുദ്ധിമുട്ടിയ പ്രയോജനമുണ്ടല്ലോ, അതുകൊണ്ട് ബുദ്ധിമുട്ടാന്ന് തന്നെ തീരുമാനിച്ചു. അപ്പോ ഗവൺമെന്റ് സാങ്ഷന്റെ കാര്യം ഇന്ന് തന്നെ ഐ ജിയെ കണ്ട് അനുമതി വാങ്ങാം. താങ്ക്സ്. ഞാൻ വീട്ടിലേക്കൊന്ന് ഫോൺ ചെയ്യട്ടെ. ബൈ ഓൾ മീൻസ്. അവന് സെല്ലിക്കുള്ള ഫോട്ടോസ് ഉണ്ട്. യെസ് സർ. You please contact IG's PA and fix up an appointment today itself. യെസ് സർ. ഹലോ, വത്സലയല്ലേ? ആ അതെ, ഞാൻ തന്നെ. ആ, ജയമോഹന്റെ അസുഖമൊക്കെ ഭേദമായി. ഇനി കുറച്ചുനാൾ റെസ്റ്റ് എടുക്കണമെന്ന് ഡോക്ടർ പറയുന്നു. വേണ്ട, വീട്ടിൽ വേണ്ട, നമ്മുടെ എസ്റ്റേറ്റ് ബംഗ്ലാവാണ് നല്ലത്. ആ, വത്സല എസ്റ്റേറ്റ് ബംഗ്ലാവിൽ എത്തണം. വാച്ച്മാനോടുണ്ട്. ജയമോഹനോടൊന്നിച്ച് ഞാനും അവിടെ എത്താം. ഓക്കെ? വിക്രമ, നിന്നെ അയക്കുന്നത് എന്ത് കാര്യത്തിനാണെന്ന് നിനക്കറിയാമല്ലോ. ഉത്തരവാദിത്വത്തോടും ആത്മാർത്ഥതയോടും കൂടി അത് ചെയ്തിട്ട് വരണം. മിസ്റ്റർ മേനോൻ, നൗ യു ക്യാൻ ടേക്ക് ഹിം. ഗുഡ് ലക്ക്. താങ്ക്സ്. വരൂ വിക്രമ.
ചേട്ടനോ? ഏത് ചേട്ടൻ? ശങ്കരപ്പിള്ളേ, ഓ. അകത്തേക്ക് വിളിച്ചോണ്ടോ? വന്നാട്ടെ. ആ ചെല്ല്. പെട്ടെന്ന് കാപ്പി ഇട്ട് കൊടുക്കണം. ഓ. ഉം? മോള് വാ, പറയാം. ശങ്കരപ്പിള്ളേ, എന്തോ? ആ വാതിൽ പുറത്തുനിന്ന് അടച്ചേക്ക്. ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നതല്ലേ ഉള്ളൂ, കുറച്ച് ദിവസത്തേക്ക് സൂക്ഷിക്കണം. ശരി. വരും. കുഞ്ഞെ കാപ്പി അവിടെ വെച്ചേക്ക്. അവിടെ വെച്ചിരുന്നാ തണുത്തു പോവും. തണുത്ത കാപ്പി എനിക്കിഷ്ടം. എന്നാ തണുത്തിട്ട് കുടിച്ചാ മതി. ശങ്കരപ്പിള്ള പുറത്തിരിക്കാം. മോളെ, ഇനി കരഞ്ഞിട്ട് കാര്യമില്ല. ജയനെ ഏതോ ദ്രോഹികൾ മനഃപൂർവ്വം കൊന്നതാണ്. അവരെ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇവനെ ഞാൻ ജയിലിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഇക്കാര്യത്തിൽ മോടെ സഹായമാണ് ഏറ്റവും പ്രധാനം. ഞാൻ എന്ത് ചെയ്യണമെന്ന് അങ്കിൾ പറയൂ, അതുപോലെ ചെയ്യാം. അങ്കിൾ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും മറ്റാരും അറിയണ്ട. ജയം മരിച്ചുപോയ വിവരം കുഞ്ഞുങ്ങളോട് പോലും പറയരുത്. അതുപോലെ തന്നെ ഇവനെ ജയമോഹനാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി മോൾ അങ്കിളിനെ സഹായിക്കുകയും വേണം. അങ്കിൾ, എന്റെ ജയേട്ടനെ കൊന്ന ദ്രോഹികളെ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇവനെ എങ്ങനെങ്കിലും നമുക്ക് ട്രെയിൻ അവനെ ചതിച്ചു. എന്താ ശങ്കരപിള്ളേ? കുഞ്ഞിനെ കാണുന്നില്ല. ജയമോഹനെയോ? അതെ, ഓട് പൊളിച്ചാ ചാടിയിരിക്കുന്നേ. ബ്ലഡി ബാസ്റ്റർഡ്.